ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി വണ്ടിയിൽ ട്രിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ സ്ത്രീ നീലിമയാണ് സുധിയെ പറ്റിച്ചിട്ട് പണവുമായിട്ട് പോയെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീലിമയെ കാണാൻ വേണ്ടിയിട്ട് സച്ചി നീലിമയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചിയെ കണ്ട നീലിമയാണെന്നുണ്ടെങ്കിൽ ഇന്നെനിക്ക് ട്രിപ്പ് ഒന്നും എവിടെയും പോകാനില്ല, കാറിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ നീലിമയുടെ പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് കയറുവാണ് ചെയ്യുന്നത്. ഉള്ളിലെത്തിയതിനു ശേഷം നീലിമ ചോദിക്കുന്നുണ്ട്, ഞാന് വണ്ടി വേണ്ടെന്നുള്ള കാര്യം സച്ചി നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാണ് ഉള്ളിലേക്ക് കയറുന്നത്? നിന്റെ ആറ്റിറ്റ്യൂഡും ഭാവവും ഒന്നും ഒട്ടും ശരിയല്ല, നീ ഇവിടുന്ന് ഇപ്പൊ പുറത്തു പോകണമെന്ന് പറയാണേ. നീലിമേ, നീ ഒന്ന് അടങ്ങ് എന്ന് സച്ചി നീലിമയുടെ അടുത്ത് പറയുന്നുണ്ടേ. നീ എന്താ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത്? അല്ലെങ്കിലും നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിനക്കൊക്കെ ഇടം തന്ന എന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാണേ. നീ കണ്ടിട്ടുള്ള ഡ്രൈവർ സച്ചി ആയിട്ടല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഇപ്പോഴുള്ള സച്ചി ഉണ്ടല്ലോ കുറച്ച് കുഴപ്പക്കാരനാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സച്ചിക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. സച്ചിയുടെ വാക്കുകളെല്ലാം കേട്ട നീലിമയാണെന്നുണ്ടെങ്കിൽ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണേ. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിനക്ക് സുധിയെ അറിയോന്ന് ചോദിക്കാണേ. അത് കേൾക്കുമ്പോ നീലിമ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും സുധിയോ എന്ന് ചോദിക്കാണേ. എന്താ നീ മറന്നുപോയോ? നിന്റെ മുമ്പത്തെ ലവർ ഇല്ലേ സുധി, ഇപ്പൊ നിനക്ക് ഓർമ്മയുണ്ടോ? അതിന് മറുപടി പറയാതെ തലകുനിച്ചിരിക്കുന്ന നീലിമയുടെ അടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, നിനക്ക് എത്ര പേരുണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോ നീലിമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മൈൻഡ് യുവർ വേർഡ്. ഞാൻ എന്താണോ സംസാരിക്കേണ്ടത് അത് തന്നെയാണ് സംസാരിക്കുന്നത്. നീ ഒരു പാവം പെണ്ണാണ്, പുറം നാട്ടിൽ നിന്ന് വന്നു എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത് നീ ഏത് തരക്കാരിയാണ് എന്നുള്ള കാര്യം. സച്ചി, നീ ആവശ്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. എന്നാ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നിനക്ക് സുധിയെ അറിയാലോ, അവനും നീയുമായിട്ട് എന്താണ് ബന്ധം? ബന്ധമുണ്ട്. അവനും ഞാനും ഒരേ ബ്ലഡ് ആണ്. അവൻ എന്റെ ചേട്ടനാണ്. ചേട്ടനോ എന്ന് നീലിമ ചോദിക്കുമ്പോ നീ ഒരുത്തനെ പറ്റിച്ചിട്ട് നാട് വിട്ടിട്ട് ഓടിപ്പോയില്ലായിരുന്നോ? ആ സുധിയുടെ അനിയനാണ് ഞാന്. അവന് മാത്രമാണോ നീ മറന്നത്? അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന 50 ലക്ഷം രൂപയുണ്ടല്ലോ, അതും നീ മറന്നുപോയോ? നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് സുധിയുടെ അനിയനാണെന്നല്ലേ എനിക്ക് മനസ്സിലായി. നീ കൂടുതൽ ചുറ്റി വളയ്ക്കാതെ നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിട്ട് നീലിമ പറയുന്നുണ്ട്. ഇത് കേട്ട സച്ചി, നീ സുധിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയില്ലേ 50 ലക്ഷം രൂപ, അത് അവന്റെ പണമല്ല, സുധിയുടെ അല്ല എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ എനിക്കറിയാം നിങ്ങളുടെ അച്ഛന്റെ റിട്ടയർമെന്റ് ക്യാഷ് അല്ലേ. ഓ, അപ്പൊ നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ ആ പണം എടുത്തോണ്ട് പോയത്? അത്രയ്ക്ക് അഹങ്കാരാണല്ലേടി നിനക്ക്? ആ പണേ ആരെടുത്തും മോഷ്ടിച്ച് എടുത്തോണ്ട് വന്നോന്നല്ല, എന്റെ അച്ഛൻ രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അതാണല്ലോ നീ അവനെ പറ്റിച്ചുകൊണ്ട് എടുത്തോണ്ട് പോയത്. നിന്റെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ല, നിന്റെ ചേട്ടനാണ്. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോയത് നീയല്ലേ. അവന് ഒരുപാട് പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. അവനെയാണല്ലോ നീ പറ്റിച്ചോണ്ട് പോയിരിക്കുന്നത്. നിന്നെയാണ് ഇത്രയും നാളായിട്ട് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നത്. പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം തന്നെ ചുറ്റിക്കറങ്ങുമല്ലായിരുന്നോ? വിധി നിന്നെ കൊണ്ടു നിർത്തിയത് കണ്ടില്ലേ? അല്ലെങ്കിലും എന്റെ അച്ഛനെ പോലെ ഒരാളെ കഷ്ടപ്പെടുത്തിയിട്ട് നിനക്കൊക്കെ എത്ര കാലം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും? സച്ചി ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നീലിമയ്ക്കാണെന്നുണ്ടെങ്കിൽ സുധിയുടെ കാര്യങ്ങൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണെ. നീ സുധിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയ 50 ലക്ഷം രൂപ മുഴുവനായിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കണം. പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്നുള്ള കാര്യം കൂടി സച്ചി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴേക്കും നീലിമയാണെങ്കിൽ കൈ ചൂണ്ടിയിട്ട് ഡാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. നീ ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളിക്ക്, നിന്നെ ഒരുത്തൻ ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവര് വരട്ടെ, അവര് മനസ്സിലാക്കട്ടെ നീ ആരാണെന്നുള്ള കാര്യം. സച്ചിയുടെ വാക്കുകളെല്ലാം കേട്ട നീലിമ ചിരിക്കുകയാണേ. നീലിമയുടെ ആ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇപ്പൊ പോലീസിനെ വിളിക്കുന്നത്? എനിക്ക് നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. നീ എടുത്തോണ്ട് പോയ കാശ് ചോദിച്ചപ്പോ നിനക്ക് ചിരിയാണല്ലേടി വരുന്നത്? മര്യാദയ്ക്ക് പണം എടുത്തു വെച്ചോ, അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ അറിയും. ഇത് നോക്ക് സച്ചി, ആ പണം ഞാൻ എപ്പോഴോ നിന്റെ ചേട്ടന് തിരികെ കൊടുത്തു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഭാര്യ പൂ കെട്ടുന്നവളാണ് എന്നുള്ള കാര്യം. അവള് ദിവസവും ചുറ്റി ചുറ്റി പൂ കെട്ടുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. ആ എന്റെ തലയിൽ നീ പൂ ചുറ്റാൻ വേണ്ടി നിൽക്കണ്ട. ഇത് കേട്ട നീലിമ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പണം ഞാൻ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ സുധിക്ക് തിരികെ കൊടുത്തു. എന്താ ഞാൻ പണം തിരിച്ചു തന്നത് നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞില്ലേ? നീ ചുമ്മാ കള്ളം പറയരുതെന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? 55 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും പലിശ സഹിതം. എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലേ? അപ്പോ അവൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല അല്ലേ? അല്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ബുദ്ധിയില്ലേ? ഇത് കേട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. അവന് പണം കൊടുത്തെന്ന് വീണ്ടും സച്ചി ചോദിക്കുമ്പോ അതല്ലേ ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് നിങ്ങളുടെ ചേട്ടൻ എന്നെ കണ്ടു,
പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കി. അന്ന് തന്നെ ഞാൻ 55 ലക്ഷം രൂപ അവന്റെ കൊടുത്തു, അതും ലീഗലി സൈൻ ചെയ്തിട്ട്. നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് നീലിമേലെടുത്ത് സച്ചി ചോദിക്കുമ്പോ, അന്ന് വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്തത് നീ അല്ലായിരുന്നോ? ഇത് കേട്ട് സച്ചിയാണെങ്കിൽ അന്ന് കോൺസ്റ്റബിൾ വിറ്റ്നസ് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതെ ഈ കേസിന് വേണ്ടിയിട്ടാണ്. അന്ന് തന്നെ ഫുൾ സെറ്റിൽമെന്റ് ഞാൻ ചെയ്തതാണ്. നീ കള്ളം പറയല്ലോ. നിനക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സച്ചി നീ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദിക്കേ, ഇൻസ്പെക്ടർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതൊന്നും അറിയാതെയാണ് നീ കാശിതായി എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വലിയ ഹീറോനെ പോലെ വന്ന് സംസാരിക്കുന്നത്. ഈ കാശ് കൊടുത്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിൽ നിന്ന് എന്തായാലും സച്ചി എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയും നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ, അവൻ ഫാമിലിയെ പറ്റിക്കുന്നത് നിർത്തിയിട്ടില്ല. എന്റെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ട് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞില്ല അല്ലേ? ഇല്ല എന്ന് സച്ചി പറഞ്ഞ ഉടനെ തന്നെ ഞാനൊരു തേർഡ് പേഴ്സൺ ആണ്. എന്നാ സുധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നീ പറഞ്ഞതുപോലെ സെയിം ബ്ലഡ്. അവനല്ലേ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യണോ? നീ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ അച്ഛന് വന്നു ചേരേണ്ട പണമായിരുന്നു അത്. പക്ഷെ അച്ഛനെ പറ്റിച്ചുകൊണ്ടാണ് അവൻ ഇപ്പോഴും കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. സച്ചി, നിനക്കൊരു കാര്യം അറിയോ? അവനെ ഞാൻ എന്താണ് ഇട്ടിട്ട് പോയെന്നുള്ള കാര്യം. അവൻ അച്ഛനെയും അനിയന്മാരെയും എല്ലാവരെയും പറ്റിക്കുന്നു. അവന് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടിവരും? അതുകൊണ്ടാണ് ഞാൻ അവനെ പറ്റിച്ചുകൊണ്ട് പോയത്. അവൻ ഇത്രയും ക്രിമിനൽ ആയിട്ടാണല്ലോ ചിന്തിക്കുന്നത്. അവൻ പുതിയതായിട്ട് ഒരു കട ആരംഭിച്ചിട്ടുണ്ട്. ആ പണം എവിടെയാന്നുള്ള കാര്യം ചോദിച്ചപ്പോ അവന്റെ അമ്മായിപ്പൻ അയച്ചു കൊടുത്തതാന്നാ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തായാലും സുധിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല. ഇതിനെല്ലാം കാരണം അവന്റെ വൈഫായിരിക്കും. ആക്ച്വലി അവളാണ് പാർലറിൽ വെച്ചിട്ട് എന്നെ ലോക്ക് ചെയ്തത്. സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അവള് 5 ലക്ഷം രൂപ പലിശ സഹിതം ചോദിച്ചു മേടിച്ചതും അവളാണ്. നിങ്ങളുടെ ചേട്ടനേക്കാളും ഡേഞ്ചർ അവളാണ്. അതെ, കൂട്ട് ക്രിമിനൽസ് ആണ്. എന്തായാലും ഇന്ന് വീട്ടില് നല്ലൊരു സീന് നടക്കാൻ വേണ്ടി പോവാണ്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ എന്തിനാ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ സത്യങ്ങളെല്ലാം പറയുന്നത്? ഇത് നോക്ക് നീലിമേ, ഞാന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും വീട്ടില് ആരും വിശ്വസിക്കില്ല. കാരണം ആ ഓടിപ്പോയാനുണ്ടല്ലോ, അവൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഒപ്പിക്കും. അതിനെന്താ, പോലീസ് സ്റ്റേഷനിൽ ഞാൻ പണം കൊടുത്തതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണ്. എനിക്കറിയുന്ന കോൺസ്റ്റബിൾസും അവിടെ ഉണ്ട്. അവരെടുത്ത് ചോദിച്ച് മേടിക്കാൻ വേണ്ടി പറ്റും. എന്നാ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനാണ് പോലീസുകാരെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അതേ സ്ഥാനത്ത് നീ വന്ന സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഇത് കേട്ട നീലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നതിന് ശേഷം അവർ രണ്ടുപേരെടുത്തും തീർക്കാനുള്ള ചെറിയൊരു കണക്ക് എനിക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ വരാ എന്ന് പറയാണേ. അങ്ങനെ നീലിമ റെഡി ആവാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വീട്ടിലാണ് കേട്ടോ. ചന്ദ്രമതി പുറത്തു പോയിട്ട് തിരികെ വരുവാണ്. വന്ന ഉടനെ തന്നെ രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര വിളിച്ചുകൊണ്ട് തന്നെ എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മഹാറാണി, അവിടുന്ന് വിളി കേൾക്കത്തുള്ളൂ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയാണേ. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്തും അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. പോയിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ചന്ദ്ര അത് മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി അമ്മയുമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഇല്ല അമ്മ, ആരാണെന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല, തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവം അവനെ കാണിച്ചു തരിക തന്നെ ചെയ്യും. ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് കയറി പോകുമ്പോഴേക്കും ചന്ദ്ര ഡി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. എടി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പടെ നിന്റെ അമ്മയെ അറിയിക്കുകയാണോ നിന്റെ പണി? ഇല്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല. പണം എടുത്തോണ്ട് പോയ ആളെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ള കാര്യം അന്വേഷിച്ചതാണ്. എന്താ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ പോയിട്ട് തേടി പിടിച്ച് കൊണ്ടുവരുമോ? അമ്മേ, പണം എടുത്തോണ്ട് പോയല്ലോ, അതിന്റെ വിഷമത്തിൽ അമ്മ ചോദിച്ചതാണ്. പിന്നെ ഭയങ്കര വിഷമല്ലേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ ന്യൂസ് പേപ്പർ അടിച്ചിട്ട് ഇറക്കുന്നത് പോലെ എല്ലാം നിന്റെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലേ. ഇതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് ഓരോന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കും. ശ്രുതിയുടെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. അവള് എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചതാണ്, അതും മലേഷ്യയില്. അവള് വീട്ടിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഒരാളെടുത്ത് പോലും പുറത്തു പോയിട്ട് പറയില്ല. അവള് എപ്പം നോക്കിയാലും ശ്രുതിക്ക് നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അവന് ഷോറൂം വെച്ച് കൊടുത്തു. പിന്നെ അവന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം അവള് ചെയ്യുന്നുണ്ട്. അവളെ കണ്ടിട്ട് പഠിക്കുന്നേ. ഏതാണ് അമ്മയെ കണ്ടു പഠിക്കേണ്ടത്? 30 ലക്ഷം പറ്റിക്കപ്പെട്ട് തന്നു നിന്നില്ലേ, അതാണോ കണ്ടുപിടിക്കേണ്ടത്? രേവതിയുടെ മറുപടി കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് തളച്ചു കയറുവാണ്. അതെന്താടി, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ? വെറും 30 ലക്ഷം രൂപ മാത്രമാണ് അത്. ശ്രുതിയുടെ അച്ഛനടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സെക്കൻഡ് കൊണ്ട് ആ പണം കൂടെ അയച്ചു തരും. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി വന്നോടെ തന്നെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രേവതി ഇവിടെ എല്ലാരും ഉണ്ടോ എന്ന്. ആ ഉണ്ട് സച്ചിയേട്ടാ. സച്ചിയേട്ടൻ പോയ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണെ. എല്ലാം പറയാം രേവതി. എടാ ബിസിനസ്മാനെ, പുറത്തോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അച്ഛാ ഇങ്ങോട്ട് വാ, ശ്രീകാന്തെ, വർഷേ എല്ലാരും വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്തുവാണേ. എന്താ രവിയേട്ടാ ഇവന് എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം രണ്ടുപേരും 2 സ്ഥലത്ത് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് 2 പേരെ ഇരുത്തുന്നുണ്ട്. 2 ജഡ്ജിമാർ ഇരുന്ന് കഴിഞ്ഞു. ഇനി
പ്രതിക്കൂട് വേണല്ലോ, രേവതി ശ്രീകാന്ത് രണ്ടുപേരും വാ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ടേബിൾ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ആരും അറിയാതെ ചന്ദ്ര ആധാരം പണയം കൊണ്ടുവച്ച സമയത്ത് ചന്ദ്രമതിയെ കൊണ്ടുപോയിട്ട് നമ്മുടെ സച്ചി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതേ സ്റ്റൈലിലാണ് നമ്മുടെ സുധിയെ നിർത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ടേബിൾ നേരെ കൊണ്ടുവന്നത് സുധിക്ക് നേരെയാണ് കേട്ടോ. ഇത് കണ്ട വർഷയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ കോടതിയിലെ സെറ്റപ്പ് പോലെ ഒരുക്കുന്നത്, അതിനുവേണ്ടി തന്നെയാണെന്ന് സച്ചി ടേബിൾ അവിടെ കൊണ്ടുവച്ച ഉടനെ തന്നെ എടാ ബിസിനസ്മാനെ കയറി നിക്കടാ എന്ന് പറയുന്നുണ്ട്. നീ വന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് അച്ഛനും അമ്മയും അവിടെ കൊണ്ടുവരുത്തുന്നു, അവിടെ ഇരുന്ന ടേബിൾ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കുന്നു. പിന്നെ നീ എന്തിനാടാ എന്റെ അടുത്ത് കയറി നിൽക്കാൻ വേണ്ടി പറയുന്നത്, അതൊക്കെ പറയാടാ, നീ കയറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൈ പിടിക്കുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുധി ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റവാളികളുടെ കൂട് പോലെയുണ്ടല്ലോ, എടാ അതും തന്നെയാണ് പറഞ്ഞത്, നീ ആദ്യം ഉള്ളിൽ കയറി നിക്ക് സച്ചി, നീ വന്നിട്ട് എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോ പൗഡർ എടുത്ത് പറയാം, അതിനു വേണ്ടിയിട്ടാണ് അവന്റെ അടുത്ത് കൂട്ട് കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. കുറ്റവാളികൾ രണ്ടുപേരുണ്ട്, പക്ഷെ ഒരു കൂടെ ഉള്ളൂ, ആദ്യം ഇവന് വിചാരണ ചെയ്യാം, എടാ ഉള്ളിപ്പോടാ കയറി നിക്കാനല്ലടാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സുധിയെ പിടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും അമ്മയ്ക്ക് നോവുന്നുണ്ട്, അയ്യോ സുധി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. സച്ചി നീ ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറയടാ എന്ന് രവി പറയുന്ന സമയത്ത് അച്ഛ ഇത് കോട്ടാണ്, എടാ ഇത് വീടാണ്, അല്ല അച്ഛ ഇത് ഇപ്പൊ കോട്ടാണ്, ജഡ്ജ് അമ്മയാണ് ഈ കാര്യത്തിൽ തീർപ്പ് പറയേണ്ടത്, ഞാൻ എതിർകക്ഷിയുടെ വക്കീലാണ്, എന്റെ കക്ഷിക്കാരൻ അച്ഛനാണ് അച്ഛ, കുറ്റവാളി കോർട്ടിൽ നിൽക്കുന്ന നമ്മുടെ ബിസിനസ്മാൻ. അച്ഛ വിചാരണ തുടങ്ങിയാലോന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് നോക്ക് രവിയേട്ടാ ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. വിചാരണ കഴിയുന്ന സമയത്ത് ആരുടെ തലയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാകും. എടാ ഇനിയെങ്കിലും നീ കാര്യം പറയുന്നു രവി വീണ്ടും പറയുന്ന സമയത്ത് ശരി ജഡ്ജി ഞാൻ എന്റെ വാദം ആരംഭിക്കുകയാണ്. എന്റെ കക്ഷി രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് KSRTC ഡ്രൈവറായിട്ട് 35 വർഷം സേവനമനുഷ്ഠിച്ചു. റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് 50 ലക്ഷം രൂപ സെറ്റിൽമെന്റ് പണവും ലഭിച്ചു. ഇതെല്ലാം സച്ചേട്ട എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലെന്ന് രവി ചോദിക്കുമ്പോഴേക്കും ഓർഡർ ഓർഡർ ഓർഡർ, കുറുകെ ആരും സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഉടനെ തന്നെ വർഷയും പറയുന്നുണ്ട് ശ്രീകാന്തെ അവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കേൾക്കാം എന്ന്. വീണ്ടും ജഡ്ജിയെ വിളിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട് ആ പണം അങ്ങനെ വെറുതെ കിട്ടിയതൊന്നുമല്ല, 35 വർഷം രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിലുള്ള യാത്രക്കാരെ സേഫ് ആയിട്ട് അവർക്ക് പോകേണ്ടടുത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ട് കിട്ടിയ പണമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷോ എന്നുള്ള മട്ടിലൊക്കെ മുഖം പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ആ പണം എടുത്തോണ്ട് പോയ കുറ്റവാളി ഈ പ്രതിക്കൂട്ട് നിൽക്കുന്ന സുധി, അവനത് എടുത്തുകൊണ്ട് ഓടിപ്പോയി നമ്മുടെ കുടുംബത്തെ പറ്റിച്ചുകൊണ്ട് പണം എടുത്തോണ്ട് പോവാന്നാണ് ഇവൻ വിചാരിച്ചത്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ നീലിമ എന്ന് പറയുന്ന പെണ്ണ് ഹൽവ കൊടുത്തിട്ട് പോയി. ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ പണം എടുത്തിട്ട് വേറെ നാട്ടിലേക്ക് പോയി. സച്ചേട്ടാ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇതെന്തിനാ വീണ്ടും റീപ്ലേ ചെയ്യുന്നത്? എടാ ഇതുവരെ എല്ലാവർക്കും അറിയുന്ന കഥയാണ്, എന്നാ അറിയാത്തൊരു കഥയുണ്ട്, അത് എന്താണെന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നതിന് ശേഷം സച്ചി ശ്രുതിയെ ഒരു നല്ലൊരു നോട്ടം നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ 50 ലക്ഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇവനല്ലേ അച്ഛ എന്ന് ചോദിക്കുമ്പോ അതാണല്ലോ ഇവന് കയ്യിൽ നിന്നും ഒരു പെണ്ണ് അവനെ പറ്റിച്ചുകൊണ്ട് ആ പണവുമായിട്ട് പോയത്. അച്ഛ അതിലാണ് ഈ കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുന്നത്. ശ്രുതിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാ ഒരു പെണ്ണ് പണം എടുത്തോണ്ട് പോയി തിരികെ ഇതുവരെ കിട്ടിയില്ല എന്ന്. എന്നാ സത്യം അതല്ല. അത് കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ശ്രുതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ പിടികൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ചി പിടിച്ചു വെച്ചിരിക്കുന്ന കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഇവൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതോ സിനിമയിൽ കോഡ് സീൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ വെറുതെ ഡ്രാമ കളിക്കുന്നത്. ഞാൻ ഷോറൂമിൽ പോകാൻ വേണ്ടി പോവാ, നീ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധി അവിടുന്ന് പോകുമ്പോഴേക്കും ഓടി ചെന്നിട്ട് സച്ചി അങ്ങ് പിടിക്കുവാണേ. കൂട്ടിന്റെ ഉള്ളിലേക്ക് വീണ്ടും വലിച്ചിട്ടതിന് ശേഷം സുധിയുടെ ഒരു കൈ സച്ചിയും അത് കഴിഞ്ഞ് ശ്രീകാന്ത ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് സുധിയുടെ മറ്റേ കൈയും പിടിക്കാൻ വേണ്ടി പറയാണ്. രണ്ടുപേരും രണ്ടു വശത്തും പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ സുധിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. നീയല്ലടാ പറഞ്ഞ ഡ്രാമ കളിക്കാണെന്ന്. ഡ്രാമ കളിച്ചത് ഞാനല്ല, നീയാണ്. അതിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. എടാ സച്ചി നീ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ നീലിമ എന്ന് പറയുന്ന പെണ്ണ് ഇവന്റെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതിലെ കുറ്റവാളി കള്ളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പണം തിരികെ വന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് പച്ച കള്ളമാണ്. ഇത് കേട്ടിട്ട് ആർക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സുധിയേട്ടാ പണം വന്നോന്ന് ചോദിക്കുകയാണെ. അതിന് സുധി മറുപടി ഒന്നും പറയുന്നില്ല. എടാ പണമൊക്കെ വന്നിട്ട് അത് വന്നിട്ട് മാസങ്ങളായി. എന്താ സച്ചേട്ടാ നിങ്ങൾ ഈ പറയുന്നെന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ രേവതി, ആ 50 ലക്ഷം രൂപ പലിശ സഹിതം 55 ലക്ഷം രൂപയായിട്ട് ഇവൻ എപ്പോഴോ കൈപ്പറ്റി കഴിഞ്ഞു. എന്താടാ നീ പറഞ്ഞത്, പണം മേടിച്ചു എന്നോ? അതേ അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കാര്യത്തില് 2 പ്രതികളുണ്ട് എന്നുള്ള കാര്യം. അതില് രണ്ടാമത്തെ പ്രതി ഈ പൗഡർ എടുത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട് സച്ചി. ഈ ഓടിപ്പോയനും അതുപോലെ തന്നെ പൗഡർ എടുത്തിയും കൂടി ചേർന്നിട്ടാണ് നീലിമയുടെ കയ്യിൽ നിന്നും ആ പണം കൈപ്പറ്റിയത്. ഈ സത്യങ്ങൾ മനസ്സിലാക്കി ഇനിയിപ്പോ ഉരുണ്ട് കളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് കള്ളാണെന്നുള്ള കാര്യം വരുത്തി തീർക്കണല്ലോ. എടാ നീ എന്താ പുതിയ കഥ
പറയുകയാണെന്നുള്ള കാര്യം ശ്രുതി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ പുതിയ കഥയൊന്നുമല്ലടാ, അതൊക്കെ എപ്പോഴും കഴിഞ്ഞ പഴയ കഥയാണ്. രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റാതെ എടാ ശ്രുതി ആ പണം വന്നോ, അച്ഛ ഇവൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല അച്ഛൻ അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് മട്ടിൽ മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തലയാട്ടുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക് രവിയേട്ട, അവനാണല്ലോ ഇപ്പൊ 30 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടിട്ട് നിൽക്കുന്നത്. അതെ, വേറൊന്നുമല്ല, നമ്മള് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ, അതുപോലെ അവനൊരാളെ പറ്റിച്ചു, അവനെ വേറൊരാളെ പറ്റിച്ചു, അത്രേ ഉള്ളൂ. സച്ചേട്ടാ മൊത്തത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ എന്ന് വർഷ പറയുമ്പോൾ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല വർഷ. ഇവനെ പറ്റിച്ചുകൊണ്ട് പോയ നീലിമയുടെ കയ്യിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പണം തിരികെ മേടിച്ചു. അത്ര നേരം മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എന്താണ് ഇതിന് മറുമരുന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം. സച്ചി നീ എന്തിനാ ഇപ്പൊ ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആര്, ഞാനോ എന്ന് സച്ചി ചോദിക്കുമ്പോ അല്ലെങ്കിലും സച്ചിക്ക് ഇത് തന്നെയാണല്ലോ പണി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യണം. അത് തന്നെയാണ് ശ്രുതി ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ചെറുപ്പം മുതലേ ശ്രുതിയെ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര അസൂയായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഇവന്റെ അത്രയും ക്രിമിനൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ, ആ അസൂയാണ് എനിക്ക്. സച്ചേട്ടാ സീരിയസ് ആയിട്ട് തന്നെയാണോ അതോ ചുമ്മാ കളിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ടോ ശ്രീകാന്ത് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇവിടെ കളിക്കുന്നത്. ഇത് നോക്ക് സച്ചി, ഞാൻ തന്നെ പണം പോയ ടെൻഷനിലുള്ളത്. ആ സമയത്ത് നീ ചുമ്മാ ഓരോ കഥകൾ കടിച്ചിറക്കല്ലേ. കൊള്ളാലോടെ ശ്രുതി, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും നല്ല ആക്ടിംഗ് ആണ് നീ നൽകുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും നല്ല ആക്ടേഴ്സ് ആണ് കേട്ടോ. ഉടനെ തന്നെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെയോ സത്യം അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവന്റെ കയ്യിൽ തെളിയിക്കാനുള്ള പ്രൂഫ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തല ഊരിയേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ ആന്റി എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചൊല്ലുവാണ് കേട്ടോ ശ്രുതി. ഇവൻ വെറുതെ ചുമ്മാ ഓവറായിട്ട് സംസാരിക്കുകയാണ്. ആവശ്യമില്ലാതെ കുറ്റങ്ങളെല്ലാം ഞങ്ങളുടെ മേൽ ചാർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആരുടെ മേലും പഴിച്ചാരുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത് ഞങ്ങളെ പണം വാങ്ങുന്നത് ഇവൻ കണ്ടോ എന്നാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല നേരിട്ട്, പക്ഷെ നിങ്ങൾ പണം വാങ്ങിയ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛാ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? സച്ചി അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കേട്ടപ്പോ ശ്രുതിക്കും കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സച്ചി തുടർന്ന് പറയുന്നുണ്ട്, അച്ഛാ അത് രണ്ടാമത്തെ പോയിന്റ് ആണ്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷെ അച്ഛാ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നീലിമയുടെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ മുന്നേ മേടിച്ചു. ശ്രുതി എന്തൊക്കെയാടാ ഇവൻ ഈ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അമ്മേ അവൻ കുടിച്ചു വന്നിട്ട് എന്തൊക്കെയോ പറയാണ്. എടാ കുടിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ ചോദ്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല. അതെ സച്ചി, നീ വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കണ്ട. ഞങ്ങള് വാങ്ങി പണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ സാക്ഷി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ. ഇത് കറക്റ്റ് പോയിന്റ് ആണ് പൗഡർ എടുത്തി. സാക്ഷിയുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പൗഡർ എടുത്ത് ചോദിച്ചില്ലേ അച്ഛാ? സാക്ഷിയുണ്ട്. ഒരിക്കലും നീലിമ വരും എന്നുള്ള കാര്യം ശ്രുതിയോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷെ സാക്ഷിയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറഞ്ഞത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഒന്നുമില്ലാതെ സച്ചി അങ്ങനെ വന്നിട്ട് വെറുതെ അവിടെ എല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങളൊന്നും വിചാരണ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴും ശ്രുതിക്ക് നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ. ആ ഇരുമ്പ് പോലെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. ജഡ്ജി അനുവാദം നൽകുവാണെന്നുണ്ടെങ്കിൽ സാക്ഷിയെ നിങ്ങളുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി ഇടയ്ക്കേറിയിട്ട് അമ്മ ഇവൻ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അമ്മ ഇതൊന്നും ചെവിക്കൊള്ളാൻ വേണ്ടി നിൽക്കരുതെന്ന് പറയുകയാണേ. എടാ എനിക്കറിയില്ല നിങ്ങളെ രണ്ടുപേരെ കുറിച്ചിട്ടും, ഇവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വിശ്വസിക്കോടാ. അപ്പോഴേക്കും ശ്രീകാന്ത് കൈ പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, തട്ടി മാറ്റിയിട്ട് വലിയ ആളെ പോലെ നിൽക്കുവാണേ. കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയുണ്ട് എന്നുള്ള മട്ടില്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ആന്റി ആരെയോ കാശ് കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കള്ളം പറയിപ്പിക്കാന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അത്രയും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന ബുദ്ധിയൊന്നും സച്ചേട്ടനില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി നിക്ക് നമുക്ക് സംസാരിക്കാം. ജഡ്ജി സാക്ഷിയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ഏത് സാക്ഷിയാണ് ഇവിടെ ഉള്ളത്? വരാൻ വേണ്ടി പറയടാ, കാണട്ടെ ഞാന്. പൗഡർ എടുത്തി ഞാന് കാശ് കൊടുത്തിട്ട് ആരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല, നിങ്ങൾക്ക് കാശ് തന്ന ആള് തന്നെ വന്നിട്ടുണ്ട്. നീലിമ എന്നങ്ങ് പറയാണേ. അത് കേട്ടപ്പോ രണ്ടെണ്ണത്തിന് കാറ്റ് പോയ അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് അവിടെ. അങ്ങനെ സച്ചി നീലിമ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. നീലിമയെന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴേക്കും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണേ. അങ്ങനെ നീലിമ അങ്ങോട്ട് കയറി വരുവാണ് കേട്ടോ. നീലിമയെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിയും കണ്ണിങ്ങനെ തുറിച്ച് പുറത്തേക്ക് ഇട്ടാൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാം പോയി എന്നുള്ള കാര്യം പറഞ്ഞ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീലിമ ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ ഇനി ജഡ്ജി ഇവള് സംസാരിക്കുന്നു പറയുന്നുണ്ട്. ഉടനെ രവി ചോദിക്കുന്നത് ആരാണിത് എന്നുള്ള കാര്യമാണ്. ഇതാണ് അച്ഛ എന്ന് പറഞ്ഞ് സച്ചി തുടങ്ങുമ്പോഴേക്കും വേണ്ട സച്ചി ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നീലിമ അങ്ങ് തുടങ്ങുവാണേ. ഞാനാണ് നീലിമ, ശ്രുതിയെ സ്നേഹിച്ചിരുന്ന പെണ്ണ് ഞാൻ തന്നെയാണ്. 1 ഇയർ ലിവിംഗ് റിലേഷൻഷിപ്പിൽ നിന്ന പെൺകുട്ടിയും ഞാൻ തന്നെയാണ്. ചന്ദ്രയ്ക്ക് അത് കേൾക്കുമ്പോഴേക്കും അങ്ങ് അരിച്ചു കയറുന്നുണ്ട്. എന്റെ മകനെ പറ്റിച്ചിട്ട് പണം എടുത്തോണ്ട് പോയത് നീയാണോടെ എന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ട നീലിമ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഞാനൊരു പാവപ്പെട്ടവനെയോ ഒരു പഞ്ചപാവത്തിനെയോ ഒന്നും അല്ല പറ്റിച്ചത്. തന്റെ അച്ഛനും അമ്മയെയും തന്റെ കുടുംബത്തെയും പറ്റിച്ച്
സ്വന്തം അച്ഛന്റെ റിട്ടയർമെന്റ് കാശ് എടുത്തിട്ട് ഓടിപ്പോകാൻ വേണ്ടി നോക്കിയവനെയാണ് ഞാൻ പറ്റിച്ചത്. അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, അന്ന് അച്ഛ വിവാഹ റിസപ്ഷനകത്ത് നീലിമ വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ ഭർത്താവുമായിട്ട് ഇവള് സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രവിയാണെന്നുണ്ടെങ്കിൽ ഇവൻ പണം എടുത്തിട്ട് ഓടാൻ വേണ്ടി ശ്രമിച്ചത് തെറ്റ് തന്നെയാണ്. എങ്കിലും ഒരു പെണ്ണായി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് ഞാന് കട്ട് സമ്പാദിച്ചതൊന്നുമല്ല, എന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ്. വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നീലിമയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ കാരണം നിങ്ങളുടെ ഫാമിലി എഫക്റ്റ് ആയിട്ടുണ്ട്, അതും എനിക്കറിയാം. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് എനിക്ക്. പക്ഷേ ആ റീസൺസ് ഒന്നും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല. നീ ചെയ്തത് തെറ്റാണെന്ന് ഒരു കോഴ്സിനും ഇല്ലാതല്ലേ നീ പറയുന്നത്. എന്റെ മകൻ ഒരു പാവാണ്, അവന്റെ കയ്യിൽ നിന്നാണ് ഈ പണം എടുത്തോണ്ട് പോയത്. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു എന്ന് കരുതിയിട്ട് ഇവൻ പാവാണെന്നുള്ള കാര്യം നിങ്ങൾ പറയരുതെന്ന് നീലിമ. ഇത് കേട്ട നീലിമയുടെ അടുത്ത് ചി വായ്മൂടി, നിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ശ്രീകാന്തെ, നീ പോലീസിനെ വിളിക്കടാ. എന്തിനാണ് നിങ്ങൾ പോലീസിനെ വിളിക്കുന്നത്? നീ എന്റെ മകന്റെ കയ്യിൽ നിന്ന് പണം പറ്റിച്ചോണ്ട് പോയില്ലേ? പറ്റിച്ചോണ്ട് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ പണം ഞാൻ തിരികെ കൊടുത്തല്ലോ. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ആകെ ഷോക്കായതുപോലെ ശ്രുതിയെ മാറി മാറി നോക്കുന്നുണ്ടേ. തിരികെ കൊടുത്തോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ, അതെ അങ്കിൾ, 50 ലക്ഷം രൂപയുടെ പലിശ അടക്കം 55 ലക്ഷം രൂപ ഞാൻ തിരികെ കൊടുത്തു. എടാ, ഈ പെണ്ണ് പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുമ്പോ, ഇല്ല അച്ഛാ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ശ്രുതി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീലിമയും. പിന്നെ ആ മൂടി നിൽക്കുവാണ് കേട്ടോ, ഒന്നും പറയുന്നില്ല. തുടർന്ന് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതി ഇവള് പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണെ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. പണം വാങ്ങുന്ന സമയത്ത് ഇവളും ഉണ്ടായിരുന്നല്ലോ. ഇൻഫാക്ട് 5 ലക്ഷം രൂപ പലിശ സഹിതം ചോദിച്ചു മേടിച്ചത് ഇവളാണ്. അത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ. അച്ഛ, വെറുതെ ഇവൻ ചുമ്മാ കള്ളം പറയുന്നതാണ്. ആര്, ഞങ്ങളാണോ കള്ളം പറയുന്നത് നീലിമ ചോദിക്കുമ്പോ, അച്ഛ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തോ ഡ്രാമ കളിക്കുകയാണ്. എടാ, നീ തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും പഴി എന്റെ മേലിടുന്ന പരിപാടി നീ നിർത്തിയിട്ടില്ല അല്ലേ? എനിക്ക് അറിയാടാ നീ ഇങ്ങനെയൊക്കെ ഡിസ്റ്റ് കളിക്കൂ എന്നുള്ള കാര്യം. അതിനും തെളിവുണ്ട്. നീലിമ കാണിക്കുക എന്ന് പറയുന്ന സമയത്ത് പണം മേടിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവർ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നീലിമ അവർക്ക് നേരെ നീട്ടുവാണ് ഇവിടെ ചെയ്യുന്നത്. അത് ശ്രീകാന്താണ് മേടിച്ച് വായിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു നാട്ടിൽ വന്ന സമയത്ത് എന്റെ കാറിലായിരുന്നു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവര് ചെയ്തിരിക്കുന്ന ഈ അഗ്രിമെന്റിനകത്ത് എന്റെ സൈനും കാണാം. ഞാനാണ് സാക്ഷിയായിട്ട് സൈൻ ചെയ്തതെന്ന് പറയാണേ. അച്ഛാ, ഇവര് പറയുന്നതെല്ലാം ശരിയാണ്. അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്റെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പിയാണ്. ഇതിൽ നിന്നും സുധിയുടെ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയണേ. അത് ഉടനെ തന്നെ വർഷയെ മേടിച്ച് നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വർഷ പറയുന്നുണ്ട്, അത് ശരിയാണ് അങ്കിൾ. 5 മാസങ്ങൾക്ക് മുമ്പ് നീലിമയുടെ അക്കൗണ്ടിൽ നിന്നും സുധിയേട്ടന്റെ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് സച്ചി അച്ഛനെയും അതുപോലെ തന്നെ അമ്മയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം തിരിച്ചറിഞ്ഞ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സുധിയെയും അതുപോലെ ശ്രുതിയെയും മാറി മാറി തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പറയുന്നുണ്ട്, ജഡ്ജിക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവൻ ഷോറൂം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പൗഡർ എടുത്തിട്ട് അച്ഛനാണ് പണം അയച്ചതെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതും പച്ച കള്ളമാണ്. നീലിമ കൊടുത്ത പണത്തിലാണ് അവൻ ആ കട ആരംഭിച്ചത് എന്ന് വെച്ചാൽ അച്ഛന്റെ പണത്തില്. അങ്ങനെ ആന്റിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ആന്റി, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഇവൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവളും ഉണ്ടായിരുന്നു. ഇവളുടെ പാർലറിൽ ഞാൻ ചെന്ന സമയത്താണ് ഇവൾ എന്നെ അവിടെ വെച്ച് ലോക്ക് ചെയ്തത്, പോലീസിനെ വിളിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ സുധി ഉണ്ടല്ലോ, അവൻ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവന് അതിനുള്ള ടാലന്റ് ഒന്നുമില്ല. നിങ്ങളുടെ മകനേക്കാളും ക്രിമിനൽ ബുദ്ധി ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകൾക്കാണെന്ന് ചന്ദ്രയുടെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളുടെ മോന്റെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോകേണ്ടി വന്നു. എങ്കിലും ഞാനിപ്പോ ആ പണം തിരികെ കൊടുത്തു. ഒന്നുകൂടി നിങ്ങൾ എല്ലാവരുടെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അച്ഛ, ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ? നീലിമ, നീ വന്ന പണി കഴിഞ്ഞു. നിങ്ങളടുത്ത് എല്ലാവർക്കും ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെക്കാളും വലിയ ക്രിമിനൽസ് ഇവിടെ തന്നെയുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നമാണ്. ഇനി എന്തായാലും നീ നേർമയോട് കൂടിയിട്ട് ജീവിക്കുകയും മറ്റാരെയും പറ്റിക്കാതെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നീലിമയുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സച്ചി പോകുന്നതിന് മുമ്പായിട്ട് നീലിമ പറയുന്നുണ്ട്, അങ്കിൾ, നിങ്ങളുടെ മകനുണ്ടല്ലോ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിപ്പിനനുസരിച്ചുള്ള കഴിവോ ബുദ്ധിയോ ഒന്നുമില്ല. എന്നാൽ സച്ചി അങ്ങനെയല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ സത്യം എല്ലാം പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ പോവാണ്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് നല്ലൊരു ചിരി ചിരിച്ചിട്ടാണ് കേട്ടോ നീലിമ ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ചെരുപ്പിടുന്ന സമയത്തും വീണ്ടും നീലിമ ശ്രുതിയെ നോക്കി ചിരിച്ചും കൊണ്ട് തന്നെയാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. പണം കൊടുത്തപ്പോ ഒരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരെ ട്രാപ്പിലാക്കി നീലിമയ്ക്ക് തന്ന പണി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയല്ലോ, അതിന്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ നീലിമ ഇറങ്ങി പോകുന്നത്. നീലിമ അങ്ങ് പോകുമ്പോഴേക്കും വർഷയ്ക്ക് അങ്ങ് പീരി കയറുന്നുണ്ട് കേട്ടോ. ശ്രുതി ചേച്ചി, ഇത്ര നേരം നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെയല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? അതുപോലത്തേന് ഷോറൂം ആരംഭിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അച്ഛൻ വരെ പണം തന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഈ നമ്മുടെ ചന്ദ്രയുടെ ഊഴാണ്.
ശ്രുതിയെ ഇങ്ങനെ കുത്തിന് പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞാനല്ല ഇതെല്ലാം ഐഡിയ തന്നത് ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിലുണ്ട് എല്ലാം കൂടി നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ തലയിൽ ഇടുകയും ചന്ദ്രമതി ശരിക്കും ഒരു ഭദ്രകാളിയെ പോലെ തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്